നമ്മളിന്നൊരു യാത്രയിലാണ്. യാത്ര പോകുന്നത് നോർത്ത് പറവൂരുള്ള എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരുള്ള ജൂത സിനഗോഗിലോട്ടാണ്. ജൂത പള്ളികൾ. ഈ പള്ളി എന്നുള്ള വാക്ക് പാലി ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. അപ്പോൾ പൊതുവേ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ജൂതപ്പള്ളി ഇങ്ങനെയാണ് ഉപയോഗിക്കുക. പക്ഷേ ജൂതന്മാർ പള്ളികളെ പറയുന്ന പേരാണ് സിനഗോഗ്. മുസ്ലിങ്ങളെ മസ്ജിദ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ചർച്ച് എന്ന് പറയുന്ന പോലെ ജൂതന്മാർ പറയുന്നത് സിനഗോഗ് എന്നാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും പാലായനം ചെയ്ത് വന്ന ജൂതന്മാർ ഇവിടെയാണ് തമ്പടിച്ചത്. കൊടുങ്ങല്ലൂർ ഇവരുടെ വളരെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ സാമൂതിരി രാജാവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സാമൂതിരി രാജാവ് പോർച്ചുഗീസുകാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും കൊച്ചിയിൽ വന്ന് താമസം ഉറപ്പിച്ച, ഇപ്പോൾ കോഴിക്കോട് നല്ലൊരു വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അടുത്ത് ഇവിടേക്ക് പോരുന്നത്. അങ്ങനെ കൊച്ചിയിൽ വന്നവർക്ക് ഉപരോധം മറികടന്ന് നമ്മുടെ ജൂത വ്യാപാരികൾ കുരുമുളകും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും മുസ്ലിം വ്യാപാരികൾ മുസ്ലിം സൈന്യവുമായിട്ട് വഴക്കുണ്ടാവുകയും മുസ്ലിം സൈന്യത്തിൻ്റെ ആക്രമണം ഭയന്ന് ഇവർ നേരെ തൊട്ടിപ്പുറത്തെ കരയായ കൊച്ചി ഭാഗത്തേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ സാമൂതിരിയുടെ സൈന്യമാണ് ആക്രമിച്ചത്, സാമൂതിരിയുടെ മുസ്ലിം സൈന്യമാണ് ആക്രമിച്ചത്. ആ ആക്രമണത്തെ തുടർന്ന് ഇവർ ഇങ്ങോട്ട് പോന്നു. നമ്മളിപ്പോൾ ഈ ഇടത്തെ ഭാഗത്ത് കണ്ടത് ഫസ്റ്റ് തോമസ് ലീഹ സ്ഥാപിച്ച കോട്ടക്കാവ് പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് കയറി കാണാം കേട്ടോ. അങ്ങനെ അവരിവിടെ വന്ന് താമസം ഉറപ്പിച്ചു. തെക്കും ഭാഗം, കാവും ഭാഗം അങ്ങനെ പള്ളികൾ സ്ഥാപിച്ചു. അപ്പോൾ പറവൂർ പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പറവൂർ വടക്കേക്കര പാലം കഴിഞ്ഞ് ഈ കോട്ടക്കാവ് പള്ളി കഴിഞ്ഞ് നേരെ ഇറങ്ങി പറവൂർ മാർക്കറ്റ് എത്തി. മാർക്കറ്റിൻ്റെ കവാടം കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റാണ് ഈ ജൂതന്മാരുടെ വീടുകളും ഈ ജൂത സിനഗോഗുമുള്ള ഒരു ജൂ സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജൂ സ്ട്രീറ്റിലോട്ട് കടന്നിട്ടുണ്ട്. ഈ 2 തൂണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ തൂണുകൾക്ക് ഒരു കഥയുണ്ട്. 6 ദിവസം പണിയെടുത്ത് 7-ാം ദിവസമാണ് ജൂതന്മാർ വിശ്രമിക്കുക. അപ്പോൾ ഈ വിശ്രമിക്കുന്ന സമയത്ത് ഇവർ ഒരു കാര്യം ചെയ്യില്ല. മൊബൈൽ പോലും ഇപ്പോഴത്തെ ജൂതന്മാർ തൊടില്ല. അപ്പോൾ പണ്ട് കാലത്ത് ഒരു പണിക്കും അവർ 7-ാം ദിവസം പോവില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ 6 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കി 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ് ഇവർ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ആ ഒരു തീയതിയിൽ ഈ റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ചങ്ങലിട്ടിരുന്നത് ആ 2 തൂണിലായിരുന്നു. നമ്മളിപ്പോൾ ജൂതപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാമൂതിരി മുസ്ലിം സൈന്യമായി ഇവർ തെറ്റിപ്പിരിഞ്ഞ് പോർച്ചുഗീസുകാർക്ക് കുരുമുളക് കൊടുത്തതിൻ്റെ പേരിൽ ഇവർ അവിടെ നിന്ന് ഓടേണ്ടി വന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് അവരിവിടെ വന്ന് താമസം ഉറപ്പിച്ചു. ഇവിടെ വന്ന് താമസം ഉറപ്പിച്ച് പോർച്ചുഗീസുകാർക്ക് ഇത്തിരി ഒരു ബലവും കാര്യങ്ങളൊക്കെ ആയി, അവർക്കൊരു ബേസായി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഇവരെ ആക്രമിച്ച്. അപ്പോൾ പോർച്ചുഗീസ് ഇവരെ ആക്രമിച്ചെന്ന് വെച്ചാൽ എന്താ പറയുക, ഉപകാരം ചെയ്തവരെ തന്നെ പോർച്ചുഗീസുകാർ തിരിച്ചാക്രമിച്ച്. കാരണം ഇവരെ ബദ്ധശത്രുക്കളായിരുന്നു ഈ ജൂതന്മാർ. അങ്ങനെ ഈ പള്ളി ഇവർ പൊളിച്ച് കത്തിച്ച് കളഞ്ഞു. അതിനുശേഷം, കാരണം നമുക്ക് ഇതിൻ്റെ തറയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരാം. അതിനുശേഷം ഇവർ പുനർനിർമ്മിച്ചതാണ്. അപ്പോൾ ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മാള ചേന്നമംഗലം പോലെയല്ല, ഇവയ്ക്ക് പടിപ്പുരയുണ്ട്. പടിപ്പുരയിൽ തന്നെ റബാനിയുമുണ്ട്. അതായത് റബ്ബികൾ പഠിക്കുന്ന സ്ഥലം, ജൂത പുരോഹിതന്മാർ മതം പഠിക്കുന്ന അല്ലെങ്കിൽ തോറ പഠിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് പള്ളിയുടെ ഉള്ളിലേക്കാണ്. ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് TV-യിൽ ജൂതന്മാരുടെ ചരിത്രം കാര്യങ്ങളൊക്കെ ഇട്ടുതരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി മാത്രം അലൗഡ് ഉള്ളൂ. അങ്ങനെ അവർ പോയ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ എടുത്തതാണ്. പക്ഷേ അപ്പോൾ തന്നെ അവർ വന്ന് പറഞ്ഞു എടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ നമുക്കിവിടെ കൽവിളക്കും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്, തിരി കത്തിച്ചിരുന്നത്, വെളിച്ചത്തിന് വേണ്ടിയുള്ള കത്തിച്ചിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കാണാം കേട്ടോ. മാത്രമല്ല പേർഷ്യൻ അല്ലെങ്കിൽ തുർക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വിളക്കുകൾ വന്നിരുന്നു, ഇറ്റാലിയൻ, ഫ്രഞ്ച്. അപ്പോൾ ആ വിളക്കുകൾ കാര്യങ്ങളൊക്കെ ഇവർ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ഇവിടുന്ന് പൊളിച്ച് ഇസ്രായേലിലോട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇത് മെസ്സൂസയാണ് കേട്ടോ. ഇച്ചേക്ക് നൊമാദ് മാഹീൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഇസ്രായേലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ചെമ്പ് പട്ടയങ്ങളാണ് രാജാവ് ഇവർക്ക് നൽകിയത്. പിന്നെ ഇവർ സാക്ഷിയായിട്ട് ഒപ്പിട്ട ചെമ്പ് പട്ടയമാണ്. പഴയ ഹീബ്രു, പഴയ ക്യൂണിഫോം ലിപി, ഈ അറബിനോട് സാമ്യമുള്ള ക്യൂണിഫോം ലിപി. മാത്രമല്ല വട്ടെഴുത്ത്, ഇങ്ങനത്തെ എഴുത്തുകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ വായിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൽ തന്നെ ജൂത പുരോഹിതന്മാരുടെ പേരും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഫ്രണ്ടിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം ഫോട്ടോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജൂതന്മാരുടെ പ്രത്യേകതകളും ജൂതന്മാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച മെസ്സൂസയാണ്. ഇതിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ജൂതന്മാർ വീട്ടിലോട്ട്
കയറുക. വീട് പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ഈ മെസ്സൂസ ഉണ്ടാവും. ഹിച്ചേക്കി നൊമാദിൻ്റെ മാഹിൻ്റെ വീഡിയോയിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ റൂഫും ചേന്നമംഗലം മാള പള്ളികൾ പോലെ തന്നെ വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് റൂഫും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്നത് അൾത്താര എന്നൊക്കെ പറയില്ല, ക്രിസ്ത്യാനികൾക്ക് അൾത്താര, മുസ്ലിങ്ങൾക്ക് മിമ്പർ എന്നും പറയും. അതേപോലെ തന്നെ ഒരു ഭാഗമാണിത്. പക്ഷേ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും പ്രാർത്ഥനാ കേന്ദ്രം ഫോക്കസ് ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ ഇത് ജെറുസലേമാണ് ഇവർ ഉന്നം വെക്കുന്നത്. മുസ്ലിങ്ങൾ ഉന്നം വെക്കുന്നത് സൗദി അറേബ്യയിലെ മക്കയാണ്. അപ്പോൾ മുകളിൽ കാണുന്നത്, പക്ഷേ ഇവിടെ ഒരു ഫോൾട്ട് പറ്റി. കാരണം ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ക്ലാസ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാർക്ക് ദൈവം തോറയാണ്, അപ്പോൾ തോറ നോക്കി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞാണ് ക്ലാസ് എടുത്തത്. അവരുടെ അറിവില്ലായ്മയായിരിക്കാം. കാരണം ജൂതന്മാരുടെ ദൈവം തോറയല്ല, അത് അവരുടെ വേദപുസ്തകമാണ്. ഈ ജൂതന്മാരും മുസ്ലിങ്ങളെ പോലെ തന്നെ ഏകദൈവ വിശ്വാസികളാണ്. അവർക്ക് ദൈവത്തിൽ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. തോറ അവരുടെ വേദപുസ്തകമാണ്. അങ്ങനെ അവർ നേരത്തെ കാണിച്ച ആൾത്താരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു ആൾത്താരുടെ ഉള്ളിൽ ആ ഒരു ഷെൽഫിൽ തോറ അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ തോറ പെട്ടെന്ന് നിങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റത്തൊന്നുമില്ല, കാരണം നല്ല വലിപ്പമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ലേഡീസിൻ്റെ പ്രാർത്ഥനാ മുറിയാണ്. ലേഡീസ് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത്. അവർ ഒരിക്കലും ആണുങ്ങളൊപ്പം ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ നിന്നിട്ടാണ് അവർ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുക. ഇവർക്ക് നേരെ താഴ്ത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദം കാര്യങ്ങളൊന്നുമില്ല. ആ ഷെൽഫ് തുറന്നു നടക്കുന്നത് കണ്ടില്ലേ, അതിനുള്ളിലാണ് വെക്കുക. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം നമ്മുടെ ടൂറിസം വകുപ്പ് പണിതാണ്, മുസ്ലിംസ് ഡിപ്പാർട്ട്മെൻറ്റ് പണിതാണ്. കാരണം ഇവരെല്ലാം പൊളിച്ചുകൊണ്ട് പോയിരുന്നു. ഇതാണ് കോൽത്താഴ് എന്ന് പറയുന്നത്, പണ്ടത്തെ ഒരു ലോക്ക് സിസ്റ്റമാണിത്. അപ്പോൾ ഇവർ കംപ്ലീറ്റ് പൊളിച്ച് ഇസ്രായേലിലോട്ട് കൊണ്ടുപോയി. അതിപ്പോൾ ജെറുസലേമിൽ ഒരു മ്യൂസിയത്തിലുണ്ട് ഇതെല്ലാം ഡീറ്റെയിൽസും. ഇവിടെ സൂക്ഷിച്ച തോറ വരെയുണ്ട്. ഇതൊരു ജൂതൻ ഇവർക്ക് കൊടുത്തതാണ്, ആളെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് മുസ്ലിംസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ടൂറിസം വകുപ്പിൻ്റെ കാര്യത്തിന് കൊടുത്തതാണ്. പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ഇടിക്കല്ലാണിത്. ഇനി അതുകൂടാതെ കൊടുങ്ങല്ലൂർ കോട്ടയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യം കാണിച്ചിട്ടാണ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് വരുന്നത് മുകൾ ഭാഗം ഉണ്ടോ, മുകൾ ഭാഗത്ത് നമ്മൾ നേരെ കണ്ട പടിപ്പുര കഴിഞ്ഞിട്ടുള്ള കവാടത്തിലോട്ട് പോകുന്ന ഒരു വഴിയാണിത്. ഇതിലെല്ലാം പണ്ടത്തെ ഒരു കേരള ആർക്കിടെക്ചർ നമുക്ക് കാണാവുന്നതാണ്. ഇത് ഡച്ച് കേരള ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡച്ച് ടെക്നോളജിയും കൂടി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാലിയം കൊട്ടാരത്തിൽ നമുക്ക് ഇതന്നെ കാണാം. ഞാൻ കൊടുങ്ങല്ലൂർ കോട്ടയിൽ കാണിച്ചിരുന്ന പൈപ്പാണിത്, ഡച്ചുകാർ നിർമ്മിച്ച സിഗരറ്റ് പൈപ്പാണിത്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കളിമണ്ണിൻ്റെ പാത്രങ്ങളുടെ ഭാഗങ്ങളാണിത്. അപ്പോൾ കുറച്ച് പോട്ട് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നു, അതിൻ്റെ ഭാഗങ്ങളാണിത്. ഇനി നമ്മൾ കാണുന്നത് തറയോടിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ള തറയോട് പോലെ തന്നെയാണ്, ഏകദേശം കുറച്ച് ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനത്തെ തറയോടിൻ്റെ കുറച്ച് പീസുകളും ഞാൻ നേരത്തെ കോട്ട കാണിച്ചിരുന്ന ഫോട്ടോസ് കാണിച്ചിരുന്നില്ലേ, അത് തന്നെയാണിത്. ചൈനീസ് ക്ലേ പോട്ടാണിത്. അത് ചൈനയുമായി വ്യാപാരബന്ധം ഉണ്ടായതിനെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ഈ ജൂതക്കോട്ടയായിട്ടുള്ള ബന്ധമല്ല കേട്ടോ, ഇതൊക്കെ അതിലും പഴക്കമുള്ളതാണ്. കാരണം ഇതിവിടെ പണിയുന്ന 1569, പിന്നെ ഒരു 60 വർഷം മുമ്പുള്ള പോട്ടുകളാണ് ഇതും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചേക്കാണ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് വള്ളക്കാരൻ്റെ ധർമ്മരോഷം. അത് ഈ പള്ളി തകർത്തപ്പോൾ ഒരു വള്ളക്കാരൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ജൂതരുടെ വേരുകൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഹിഞ്ചസ് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ കോട്ടപ്പുറം കോട്ടയിൽ നശിച്ച രീതി കണ്ട ഹിഞ്ചസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കോട്ടപ്പുറം കോട്ട ലാസ്റ്റ് നവീകരിച്ചത് ഡച്ചുകാരാണ്. സോ ഇവിടെയും ഈ പണി ചെയ്തിരിക്കുന്ന ഡച്ചുകാരാണ്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്. ഈ കിണർ കണ്ടില്ലേ, അത്രയും തന്നെ വർഷം 500 വർഷത്തോളം പഴക്കമുള്ള കിണറാണിത്. ചുറ്റും കരിങ്കല്ലിൻ്റെ ഒരു വലിയൊരു ഭിത്തി തന്നെ അവർ കെട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം വെട്ടുകല്ലാണ്. ഈ വെട്ടുകല്ലിൻ്റെ സൈസും ഏകദേശം നമ്മൾ ആ കാലഘട്ടത്തിലുള്ള 500 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലുള്ള പള്ളികളിൽ കാണുന്ന വെട്ടുകല്ല് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ വരുന്നത്. സൈഡിൽ ഞാൻ ഇറങ്ങിയൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവർ ഒബ്ജക്ഷനും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് വരുന്നത്. ഞാനിനി നിങ്ങൾക്ക് അതിൻ്റെ ബേസ് കാണിച്ചു തരാം കേട്ടോ, പണ്ടത്തെ പള്ളിയുടെ. കാരണം ഇത് ഡച്ചുകാർ പണിതതാണ്. അതിന് മുമ്പ് പണിതൊക്കെ പൊളിച്ചു പോയി. കാരണം പോർച്ചുഗീസുകാർ വന്ന് കത്തിച്ച് കളഞ്ഞു, നശിപ്പിച്ചങ്ങോട്ട് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഒരു ചെറിയൊരു കല്ലും കാര്യങ്ങളൊക്കെ കാണാം. അത് ഈ തറയുടെ ബാക്കി കാര്യങ്ങൾ എക്സ്കവേഷൻ ചെയ്ത് എടുത്തതാണ്. കണ്ടില്ലേ, ഈ ഒരു ഭാഗം അവർ എന്തായാലും ഒഴിച്ച് ഇട്ടിട്ടുണ്ട്.
ഈ പറവൂർ പള്ളിയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ലോക്കൽ സ്ഥലങ്ങളിൽ ഇത് നമുക്ക് കൂട്ടാട്ടോ. ഈ ഭാഗമൊക്കെ കണ്ടില്ല, ഈ ഭാഗമൊക്കെ പഴയ പള്ളിയുടെ ഭാഗമാണ്. പൈങ്കിളിയുടെ പാട്ട് എന്ന് പറഞ്ഞിട്ട് ജൂതരുടെ ഏകദേശം കേരള പ്രവേശനം, കേരളത്തിൽ അവരുടെ ആക്ടിവിറ്റീസൊക്കെ വിവരിക്കുന്ന ഒരു കൃതി കൂടി ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് കേരളത്തിലെ ജൂതർ വേരുകൾ വഴികൾ എന്നൊരു ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് ഞാൻ വൈകാതെ തന്നെ ഇതിൽ റീഡ് ചെയ്ത് നമ്മൾ വായിക്കുന്ന രീതിയിൽ ഇതിൽ വിത്ത് ഫോട്ടോസ് അടക്കം ഞാൻ പ്രസിദ്ധീകരിക്കാം. ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് പിന്നീട് വന്ന നിർമ്മിതിയാണ്. ഇതിലോട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള നിർമ്മിതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഭാഗം ചുറ്റി വരും. ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ പള്ളി വരുന്നത്, ചെറിയ പൊക്കവും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ പള്ളിക്കെല്ലാം മാള ചേന്നമംഗലം പള്ളിയായിട്ട് നല്ല സാമ്യമുണ്ട്. ഏകദേശം യൂണിഫോം സൈസ് എന്ന് പറയില്ലേ, ആ രീതിയിലാണ് പള്ളി പണിതിരിക്കുന്നത്. നമ്മൾ ഒരു നടപ്പാതയുണ്ട്, കംപ്ലീറ്റ് എന്താ പറയുക, പുല്ലൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട് ഒരു ഇതൊക്കെ. എന്നിരുന്നാൽ കൂടി പിന്നെ കാട് പിടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ക്യാമറ ഉണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തെ ക്യാമറ നശിച്ച രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അത് ഒരു നമുക്കൊരു വൃത്തിയായിട്ട് തോന്നിയില്ല. കാരണം ക്യാമറ ഇത് മനഃപൂർവ്വം ആരെങ്കിലും നശിപ്പിച്ചതാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ക്യാമറ വളച്ചൊടിച്ച് മേലോട്ട് വെച്ചേക്കാണ്. കാരണം ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ചരിത്ര സ്മാരകമാണ്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറം കാണുന്നത് ഒരു ഓഡിറ്റോറിയമാണ്. അത് പറവൂർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയമാണ്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ബസ്സിനാണ് വരുന്നതെങ്കിൽ പറവൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് ഏകദേശം ഒരു 35 രൂപയോളം വരുള്ളൂ. പറവൂർ ജൂതപ്പള്ളി എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവിടും. ഇനി പറവൂർ ബസ് സ്റ്റാൻഡ് ആവാം, KSRTC ബസ് സ്റ്റാൻഡ് ആവാം. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 50 രൂപ 60 രൂപയുടെ പോയിൻ്റാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും അറിയാനും, പിന്നെ ഈ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുസ്ലിംസിൻ്റെ ആൾക്കാരൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് മീസാങ്കല്ലാണ് കേട്ടോ, ജൂതന്മാർ ശവക്കല്ലറയുമ്പോൾ വെക്കുന്ന മീസാങ്കല്ലാണ്. അപ്പോൾ അവിടുത്തെ സെമിത്തേരിയിലൊന്നും കാണാനില്ല. ജൂതന്മാർക്ക് ഒരിക്കലും പള്ളിയോട് ചേർന്ന് സെമിത്തേരി ഉണ്ടാവാറില്ല, അവർക്ക് കുറച്ച് മാറിയിട്ടായിരിക്കും. അങ്ങനെ കല്ലുകൾ അവർ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. പല കല്ലുകളും പൊട്ടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 2-3 കല്ല് ഇവിടെ കറക്റ്റ് മാതൃകയിലുള്ളൂ. എൻ്റെ ഓർമ്മയിൽ തന്നെ കോട്ടപ്പുറം കോട്ടയിൽ, ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത കോട്ടപ്പുറം കോട്ടയിൽ ഒരുവിധം ഒരു 2002 കാലഘട്ടത്തിൽ ആൾക്കാർ വീട് പണിയാനായിട്ട് വെട്ടുകല്ല് അവിടെ നിർത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ പള്ളിയുടെ കാര്യമൊന്നും പറയണ്ടല്ലോ, പകുതി സാധനങ്ങളും കരിങ്കല്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം നല്ല കല്ലുകളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവണം. കാരണം ഒരു തവണ ഒരു ഫീച്ചർ വായിച്ചിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ ഒരു വീട്ടിൽ അലക്കലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു മീസാങ്കല്ലായിരുന്നു. അപ്പോൾ ജൂതരെ സംബന്ധിച്ചിടത്തോളം അവരെ സെമിത്തേരി ഒരു ആളില്ല, ഒരു കളരിയായിരിക്കാന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ വിശ്വസിക്കുന്നത് ഈ കുഴിയിൽ നിന്നും ഉയർത്തെഴുന്നേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ നേരെ ഇസ്രയേലിലോട്ട് പറിച്ച് നടപ്പെട്ടത് അല്ലെങ്കിൽ പോയത്. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഈ ഭാഗം വരുന്നത് തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഏകദേശം നല്ല ഹൈറ്റിൽ തന്നെയാണ് പള്ളി വന്നിരിക്കുന്നത്. ഈ പള്ളിയിൽ തന്നെയാണ് ആളുകൾ പ്രാർത്ഥിക്കാൻ കൂടിയിരുന്നതും. റബ്ബികൾ, അതായത് നമ്മുടെ മുസ്ലിയാക്കന്മാർ, പള്ളിയിലച്ചന്മാരെന്നൊക്കെ പറയില്ലേ, അതേപോലെ അവർ മതം പ്രാക്ടീസ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കാനും, അതായത് നമ്മുടെ ഈ മദ്രസ പോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലവും കൂടിയും ഇതിൻ്റെ ഒപ്പമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മീസാങ്കല്ല്. ഒരുവിധം നല്ല രൂപത്തിലുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തൊന്ന് തെളിയിക്കുകയാണെങ്കിൽ, അത് മൊത്തം പെയിൻറ്റ് ചെയ്യാനല്ല, ആ ലെറ്റർ മാത്രം പെയിൻറ്റ് ചെയ്ത് തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടുകൂടി വായിച്ചെടുക്കാമായിരുന്നു. ഈ കല്ലുകൾ ആ സെമിത്തേരിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതാണ് മുസ്ലിംസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ നമുക്കിവിടുന്ന് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം കാര്യങ്ങൾ ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് പാലിയം കൊട്ടാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ജൂതന്മാരുടെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇതിന് ശേഷം ചെയ്യുന്ന 3ാമത്തെ വീഡിയോയിൽ ജൂതന്മാരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആ ബുക്ക് സഹിതം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടേക്ക് ഫീസ് വരുന്നത് 55 രൂപയാണ്. കുട്ടികൾക്ക് റേറ്റ് കുറവുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒപ്പിട്ട് ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്ത് നമുക്ക് കയറാം. ഇതാണ് പടികൾ വരുന്നത്, കരിങ്കല്ലിൻ്റെ പടികൾ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.